ಅಚ್ಚನ್ ಎಡೆಯಾ ಚೆನ್ನಾಗಿದ್ರಾ? അതെന്തായാലും ഒന്ന് സെറ്റ് ആക്കി തരണം നിങ്ങള്. കഴിച്ച ಬ್ಯಾಕ್ ಸೈಡ್ ಅಲ್ಲಿರೋ ಫ್ರೆಂಡ್ಸ್ ಎಲ್ಲ ನಮ್ಮ ಮನೆಯಲ್ಲ ಬಂದವರಾ? ഓനാണ് പോയി കൊടുക്കുന്നത്. ഒരു പൈസ അറേഞ്ച് ചെയ്യാനല്ലേ. ഒരു മിനിറ്റ് റോഡ് കൊണ്ട് കൊണ്ടുണ്ട്. ഓനാ പണിനെ മറിച്ചിട്ട്. എടാ എന്തോ പറയുന്നു. ഹായ് ഹായ്, ಚೆನ್ನಾಗಿದ್ದೀಯಾ? നിന്റെ കാർ എടുത്തുന്നാ ചോദിക്കുന്നത്. കാർ ഇവനാ. അത് തിമ്മപ്പം മുളവന്റെ ഫോട്ടോ എടുത്തേ കാറിന്റെ മുകളിലുള്ള ആ ഫോട്ടോ വെച്ചിട്ട് ഒരു കച്ചവടം ഉറപ്പിച്ചിട്ടുണ്ടാവും. ഇവര് മന്ദൻ. അതെ, 10 പൈസ ഓൻ്റെ അടുത്ത് എടുക്കാനില്ല. പറയാൻ്റെ കുറച്ചും കൂടെ എപ്പോഴും പറയണ്ടല്ലേ. പിന്നെ വിളിക്കാം. എന്ത് കാറെങ്കിൽ കാറ് നടന്നാൽ മതിയെന്നു. ഈ നാട്ടില് ഇങ്ങനെ കൊടകുന്നൊരു കല്യാണം ഇതാദ്യമായിട്ടാ. നിങ്ങളെ നാട്ടിലെ രീതിയൊക്കെ ഒന്ന് പറ. പെണ്ണിനെ നിങ്ങൾ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമുക്കൊരു എഗ്രിമെന്റ് വേണം. അതിന് ചില വ്യവസ്ഥകളൊക്കെ ഉണ്ട്. അതിന്റെ കണക്കുകൾ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കണം. അതെല്ലാം നമ്മൾ ബ്രിഗേഡ്സിനോട് പറഞ്ഞിട്ടുണ്ട്. ഇന്നാട്ടില് ഒരു തനതായ സംസ്കാരമുണ്ട്, ഒരു തനതായ രീതിയുണ്ട്. അതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം എഗ്രിമെന്റ് ഉണ്ടാക്കാനും മുമ്പോട്ട് പോകാനും. എല്ലാം ഓക്കെ. എഗ്രിമെന്റ് ഉണ്ടാക്കിണ്ടോ ചേച്ചി? അതിവിടെ ബ്രോക്കർ പറഞ്ഞ് റെഡിയാക്കി വെച്ചാ അതൊന്ന് വായിക്കാം. മലയാളത്തിലും കന്നഡയിലുണ്ട്. മലയാളത്തിൽ വായിക്കും. മേമുണ്ട് അംശം ചാത്തോത് ദേശം വാണംപറമ്പിൽ നാണുമകൻ ബ്രിഗേഷും കുടക് ബോണിക്കുപ്പ SR ഹാജി നഗർ സോമപ്പ കാവേരി തമ്മിൽ നടത്തുന്ന കല്യാണത്തിന് സ്ഥലം പാർട്ടി സെക്രട്ടറി വനജയുടെ മുഖതാവിൽ ബന്ധപ്പെട്ടവർ ഒപ്പുവെക്കുന്നതാണ്. എല്ലാവർക്കും കേൾക്കാനല്ലേ? തീരുമാനിച്ചുറപ്പിക്കപ്പെട്ട ബ്രോക്കർ ചാർജ് 1 ലക്ഷം രൂപയുടെ പകുതി കല്യാണം ഉറപ്പു നൽകുന്നെന്നും ബാക്കി പകുതി കല്യാണ തലേന്നും ബ്രോക്കർമാരെ ഏൽപ്പിക്കേണ്ടതാണ്. വധുവിന് ഇത് ഇവിടെ ഉറപ്പിച്ചു പോയിനെ. 1 ലക്ഷം രൂപയും പൂ മോഡൽ കുറച്ച് നീട്ടിയിട്ടാണ്. കക്കൂസ് എടുക്കാനുള്ള ചാർജും വല്ല മാറ്റം ഉണ്ടെങ്കിൽ ആടേക്ക് വിളിക്കാം. 1.5 ലക്ഷമാണ് നമ്മുടെ കൂലി, അറിയാലോ. ആരും മറക്കണ്ട. കല്യാണം ഉറപ്പ് നൽകി 1 മാസത്തിനുള്ളിൽ പൂമൂടൽ ചടങ്ങ് നടത്തപ്പെടുകയും അവിടെ നിന്നൊരു മാസത്തിനുള്ളിൽ അവന്റെ പേര് ഞാൻ കാത്തിക്കണ്ട. കല്യാണപ്പെടേണ്ടതുമാണ്. 5000 റുപ്യ അധികം കിട്ടിയ ഊറോളം വേറെ ആർക്കെങ്കിലും മാർക്ക് എനക്കത് തോന്നുന്നു. എന്താ മത്തി കച്ചവടം? പൂമൂടലിനുള്ള 8 തേങ്ങ ഒഴികെ ബാക്കിയെല്ലാം ബ്രോക്കർ തിമ്മപ്പയുടെ നേതൃത്വത്തിൽ ഇവിടെ നിന്നും കൊടുക്കപ്പെടുന്നതാണ്. സൈൻ ചെയ്യേണ്ട ആളെ പേര് ഞാൻ ഇവിടുന്ന് വിളിച്ചു പറയാം. ഒന്ന് ഓരോരുത്തരായിട്ട് വന്ന് ഒപ്പിട്ട്. സോമപ്പ എച്ചക്കിരട്ടി, രാജു എച്ചക്കിരട്ടി, ബ്രോക്കർ തിമ്മപ്പ. ഒന്നിങ്ങ് മുന്നോട്ട് അതിന് ഒപ്പിട്ടാന്നേക്ക്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒപ്പിട്ടോട്ടെ. എന്തായി? പാല് വാങ്ങിക്കില്ല വനജേ. മറിയുമ്പോ എന്റെ കുന്തപ്പോലെ നോക്കി നിക്കുന്നേ. പോയി ആട്ടിനെ കറന്നോളി. ആട്ടിന്റെ കറവ് വരിട്ട് 6 മാസമായി വനജേ. എന്നാ ഇനി പോയി വാങ്ങിക്കൊണ്ടിരി. ഞാൻ പോകൂലേ, എനിക്കിത് കാണണ്ടേ. ഇതെന്ത് കാണാനാ? എന്താ പാർട്ടി സമ്മേളനം? ഒരു പാലിന്റെ കാര്യത്തിലും ആരും നമ്മെ തോപ്പിക്കാന്ന് വിചാരിക്കണ്ട. കട്ടൻ ചായ കൊടുത്തോളി. അതാ നമ്മളെ സംസ്കാരം. ചേച്ചി, ഞാള് ചെറുത് 2 അടിക്കുന്നുണ്ടേ. കുടിച്ചു കളിക്കാൻ നേരവും കാലം ഇല്ലല്ലോ. 2 അടിച്ചു കഴിഞ്ഞാൽ നേരവും കാലം നമ്മൾ പറയുന്നല്ലേ. മത്തി കറി വെച്ച് കൂട്ടിക്കോ. പോത്ത് കൗത്ത് കെട്ടല്ലേ. നല്ല ഉപമ. എല്ലാം റെഡിയല്ലേ? എല്ലാം റെഡിയാ. ഫോണില് പഞ്ചേച്ചിനോട് പറയാം. പഞ്ചേച്ചി, ബ്രിഗേഡിന്റെ പെണ്ണാന്ന് വീഡിയോ കോള്. അതാ ഒരെണ്ണം വേണം. ഹായ്. മേഹും വനജാഹും. ಹಿಂದಿ ಅಲ್ಲ, ಕನ್ನಡಲ್ಲೇ. ಇವರು ನಮ್ಮ ಪಾರ್ಟಿ ಸೆಕ್ರೆಟರಿ. LDF. നാം എത്ര കഷ്ടപ്പാട് കേൾത്തു. ഓളെ കഷ്ടപ്പാട് തീരുമല്ലോ. നമ്മളെ പൈസ കൊടുത്തിനല്ലോ. ലാൽ സലാം. ലാൽ സലാം. എടത്തി മതിയാക്കടാ. ദേ ഇങ്ങടെ മരുമോളാ. എടെ കാണട്ടെ. കാണുന്നില്ല വനജ, ഒരു കറുപ്പ്. പിടിച്ചോ. നോക്കട്ടെ. മോനെ, ആരെയാ നീ കണ്ടുപിടിച്ചേ? വനജേ, ഇപ്പണ്ട് വേണ്ട. ഇവളും എല്ലാം ഒരു ആട്ടിയൊക്കെ പണിയാ. ഇങ്ങനൊരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്ന നാട്ടുകാരുടെ പോന്ന് നോക്കട്ടെ. ഞാൻ കേട്ടൂല. ഈ പൊരയിൽ ഞാൻ കേട്ടൂല. എന്റെ ജീവൻ പോയാലും പണം കിട്ടൂല. എന്ത് നട കാണുന്നത്? അമ്മ ഇത് നൈറ്റ് ഡ്രസ് അല്ലേ? എന്തോലൊക്കെയായാലും ഈ പെണ്ണിനെ
എനിക്ക് വേണ്ടല്ല, ഞാനല്ലേ ആയിരിക്കണ്ടേ? സ്വന്തം അമ്മ എന്നെ മുടക്കാൻ ഞാൻ എന്താക്കും? എനിക്ക് ആരും വേണ്ട, പോടാ. ഇറങ്ങിപ്പോടാ. ഒരു ജട്ടിയിട്ട പെണ്ണെ കൊണ്ട് പോകുന്നുണ്ടോ ഇല്ലയോ? ജട്ടിയിട്ട പെണ്ണെ കൊണ്ട് വന്നിരിക്കുന്നു. ജട്ടിയില്ലാത്ത പെണ്ണെ കൊണ്ടുപോവാ. പോ